ഹലോ ഗായ്സ്, എല്ലാവർക്കും തന്നെ അവരുടെ ഗാർഡനിൽ പെട്ടെന്ന് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകൾ നട്ട് വളർത്താനാണ് ഇഷ്ടം അല്ലേ. അങ്ങനെ ഹൈബ്രിഡ് തൈകൾ കിട്ടിക്കഴിയുമ്പോൾ അതിനെങ്ങനെയാണ് ശരിയായ രീതിയിൽ നട്ട് കൊടുക്കേണ്ടതെന്നും നട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെയും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് ഹൈബ്രിഡിൻ്റെ ഒരു കശുമാവിൻ്റെ തൈയാണ്. അതിന് വേണ്ടി 2 അടി താഴ്ചയുള്ളൊരു കുഴിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഒരു പാക്കറ്റ് എല്ലുപൊടി നമ്മൾ ഇതിനു വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴിയൊക്കെ എടുത്ത് റെഡിയായിട്ട് ഒരു ബക്കറ്റ് വെള്ളവും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ഇപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ഈ ഒരു തൈ നമ്മൾ വാങ്ങിയത്. ഇതിന് 700 രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക്. ഇതുപോലെ പൂത്ത് നിൽക്കുന്ന തൈ വാങ്ങുന്നതാണ് എപ്പോഴും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കായ്ക്കും. തൈ നടാൻ നമ്മൾ എടുത്തിരുന്ന കുഴിയിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കുമ്മായവും പായി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റി കുറയാൻ വേണ്ടി, പുളിപ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് കുമ്മായം നമ്മൾ ഇട്ട് കൊടുത്തത്. അത് കൂടാതെ തന്നെ കുറച്ച് എല്ലുപൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മീതേക്ക് കുറച്ച് മണ്ണും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് ആ കുഴി കുറച്ച് ചെറുതായിട്ടൊന്ന് മൂടണം. അതിനുശേഷം മാത്രമേ നമ്മൾ തൈ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തൈകൾ വാങ്ങുമ്പോൾ ഇതിന് അടിഭാഗത്ത് നല്ല കട്ട പിടിച്ച് നല്ല തിക്കായിട്ട് ഇതുപോലെ മണ്ണിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ വേര് ആ ഒരു കട്ടിയുള്ള മണ്ണിൻ്റെ ഇടയിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് പിന്നീട് നമ്മൾ നട്ടു കൊടുത്താൽ അത് വളരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ അത് കുതിർത്തിയിട്ട് പരമാവധി പറ്റാവുന്ന മണ്ണുകൾ വേരുകൾക്ക് ഡാമേജ് പറ്റാതെ മാറ്റിയിട്ട് മാത്രം നട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആ ഒരു വേരിന് പുറത്തേക്ക് വലുതാവാൻ പറ്റില്ല, ആ ഒരു കൽപ്പൊടി മണ്ണിൽ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളത് മാറ്റി വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞ് ആ പരമാവധി അത് മണ്ണ് മാറ്റിയിട്ടാണ് നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വേരിന് ഡാമേജ് ഒന്നും വരാതെ കശുമാവിന് ഇതുപോലെ അതിൻ്റെ ആ ഒരു കട്ടിയുള്ള മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. മണ്ണ് കുതിർത്താൻ വെച്ചിരുന്ന ഈ ഒരു വെള്ളം തന്നെയാണ് നമുക്ക് കശുമാവ് നടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം അത് നല്ല കൽപ്പൊടിയുള്ളൊരു മണ്ണാണ്. അങ്ങനെ കശുമാവിന് നമ്മൾ വളമൊക്കെ ഇട്ട് നന്നായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി 2 ദിവസത്തേക്ക് അതിന് വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇഷ്ടികകൾ ചുറ്റും നല്ല ഭംഗിയായിട്ട് നിരത്തി വെച്ചിട്ടുമുണ്ട്. ഹൈബ്രിഡ് തൈകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം പൂത്ത് നിൽക്കുന്ന തൈകൾ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ നടുമ്പോൾ അതിൻ്റെ കട്ടിയുള്ള ആ മണ്ണൊക്കെ അത് ഉടച്ചിട്ട് വേരിന് ഡാമേജ് വരാതെ നട്ടു കൊടുക്കുക. നന്നായിട്ട് വളം ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പുതിയ ചെടികളുടെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.